KSTU വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ലൈബ്രറി ഹാളിൽ വനിതാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് മുംതാസ് സമീറ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. കാസർഗോഡ് ജില്ലയിൽ ഉപജില്ല, വിദ്യാഭ്യാസ ജില്ല, ജില്ലാ ഓഫീസുകൾ, കൈറ്റ്, SSK കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ ഏകോപനത്തിന് ആവശ്യമായ രീതിയിൽ വിദ്യാഭ്യാസ സമുച്ചയം സ്ഥാപിക്കണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ വനിതാ വിംഗ് ജില്ലാ ക്യാമ്പ് ആവശ്യപ്പെട്ടു. ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച വനിതാ ക്യാമ്പ് വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് മുംതാസ് സമീറ ഉദ്ഘാടനം ചെയ്തു. സജീവമായി ഇടപഴകുന്ന നല്ല കഴിവുള്ള രാഷ്ട്രീയ ബോധമുള്ള സാമൂഹ്യ ബോധമുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ മുമ്പോട്ട് വരുന്നൊരു കാലഘട്ടമാണ്. അവിടെ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആണ് അത്ഭുതമായിട്ടുള്ളത്. ഒരു വനിതയുടെ, ഒരു സ്ത്രീയുടെ ലോകം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അവരുടെ വീടും അവരുടെ മക്കളും മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് അവർക്കൊരു ലോകം ഉണ്ടായിരുന്നില്ല. മക്കളുടെ എല്ലാ കാര്യങ്ങളിലും അതീവ സൂക്ഷ്മത പാലിച്ചിരുന്ന, ശ്രദ്ധ പാലിച്ചിരുന്ന, കുടുംബ ബന്ധങ്ങൾക്ക് അതിലേറെ പ്രാധാന്യം നൽകിയിരുന്ന, ധാർമ്മികത, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അങ്ങേയറ്റം മുറുകെ പിടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു ലോകം ഇന്ന് ജീവിക്കുന്നത്. KSTU ജില്ലാ വനിതാ വിംഗ് കൺവീനർ ഹൈറുനിസ സ്വാഗതം പറഞ്ഞു. KSTU ജില്ലാ വനിതാ വിംഗ് ചെയർപേഴ്സൺ ഖദീജ സാലി അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഗഫൂർ ദേളി, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സമീർ തെക്കിൽ, ഷാഹിന ടീച്ചർ, ജില്ലാ ജനറൽ സെക്രട്ടറി യൂനുസ് MT എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജില്ലാ ഭാരവാഹികളായ ആരിഫ MTC, മുർഷിദ PC, നാസിം CA, റംഷാദ് T, RATF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി പൈക്ക എന്നിവർ പങ്കെടുത്തു. ധാർമ്മിക മൂല്യം നഷ്ടപ്പെടുന്ന ആധുനിക സംസ്കാരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ആയിഷ ഫർസാന PV വനിതകൾക്കുള്ള AI ക്ലാസ് യൂസഫ് ചെമ്മനാടും കൈകാര്യം ചെയ്തു. KSTU വനിതാ വിംഗ് ട്രഷറർ ഫാത്തിമത്ത് റസ്ലി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.